നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സെപ്റ്റംബർ 1 ശേഷം താമസ വിസ നിയമലംഘനം നടത്തിയിട്ടുള്ളവർക്ക് UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് ആനുകൂല്യം ലഭിക്കില്ലെന്ന് അധികൃതർ. തീരുമാനം ബാധകമാവുക നാടുകടത്തൽ ഉത്തരവുകൾക്ക് വിധേയരായവർക്കും അനധികൃതമായി രാജ്യത്ത് പ്രവേശിപ്പിച്ചവർക്കും. UAEയിലേക്കുള്ള സന്ദർശക ടൂറിസം വിസ നടപടികൾ കർശനമാക്കിയതോടെ നിരവധി പേരുടെ വിസ അപേക്ഷകൾ നിരസിക്കപ്പെട്ടതായി റിപ്പോർട്ട്. വിസ നിരസിക്കപ്പെട്ടതോടെ നാട്ടിലേക്ക് മടങ്ങേണ്ട സാഹചര്യത്തിൽ നിരവധി ആളുകൾ. കുവൈറ്റിൽ ആർട്ടിക്കിൾ 18 റെസിഡൻസി കൈവശമുള്ള പ്രവാസികൾ പുതിയ കമ്പനികൾ സ്ഥാപിക്കുന്നതിൽ വിലക്ക്. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ തീരുമാനം ബാധിക്കുക പുതുതായി ആരംഭിക്കുന്ന ബിസിനസ്സുകളെ. ആർട്ടിക്കിൾ 18 പ്രകാരം ഓഹരി ഉടമകളുള്ള നിലവിലുള്ള കമ്പനികൾക്ക് ഈ നിയന്ത്രണം ബാധകമല്ല. ഗൾഫ് ഹെൽത്ത് കൗൺസിലിൽ മരുന്ന് വില നിർണ്ണയത്തിനുള്ള ഗൾഫ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുമെന്ന് ആവർത്തിച്ച് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. നൂതന മരുന്നുകളുടെ പേറ്റന്റ് കാലഹരണപ്പെട്ടതാണ് മരുന്നുകളുടെ വില കുറയുന്നതിന് പിന്നിലെ പ്രധാന കാരണമെന്ന് മന്ത്രാലയം. പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണി മുതൽ. ആദ്യ ഫലസൂചനകൾ 8:30യോടെ. തത്സമയ വിവരങ്ങളുമായി അമൃത വാർത്തകളും അമൃത ന്യൂസ് യൂട്യൂബും. പ്രതീക്ഷയോടെ മുന്നണികൾ. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് ഫലവും നാളെ. എക്സിറ്റ് പോളുകളിൽ പ്രതീക്ഷയർപ്പിച്ച് NDA. പ്രവചനങ്ങൾ തള്ളി ഇന്ത്യ മുന്നണി. ഭരണഘടനാ അവഹേളന പരാമർശത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ മന്ത്രി സജി ചെറിയാൻ. മന്ത്രിക്ക് രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് CPM. ധാർമ്മികത മുൻനിർത്തി ഒരിക്കൽ രാജിവെച്ചതാണെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് BJP പ്രതിഷേധം. താമസ വിസ നിയമലംഘനം നടത്തിയിട്ടുള്ളവർക്ക് UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് ആനുകൂല്യം ലഭിക്കില്ലെന്ന് അധികൃതർ. നാടുകടത്തൽ ഉത്തരവുകൾക്ക് വിധേയരായവർ, അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ച വ്യക്തികൾ തുടങ്ങിയവർക്കും പൊതുമാപ്പ് പ്രകാരമുള്ള ഇളവുകൾ ലഭിക്കില്ല. ഡിസംബർ 31 വരെയാണ് പൊതുമാപ്പ് കാലയളവ്. UAEയിൽ സെപ്റ്റംബർ 1 ശേഷം താമസ വിസ നിയമലംഘനം നടത്തിയവർക്ക് പൊതുമാപ്പിന്റെ ആനുകൂല്യം ലഭിക്കില്ലെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി വ്യക്തമാക്കി. നിർദ്ദിഷ്ട തീയതിക്ക് ശേഷം ഒളിച്ചോടൽ, ജോലി ഉപേക്ഷിക്കൽ പോലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കേസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടവർ, UAE ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ നിന്നും നാടുകടത്തൽ ഉത്തരവുകൾക്ക് വിധേയരായവർ, അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവർ എന്നിവരെയാണ് പൊതുമാപ്പിന്റെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഈ വിഭാഗത്തിൽപ്പെടുന്ന നിയമലംഘകർ വയലേറ്റേഴ്സ് ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് വകുപ്പിനെ സമീപിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 1 മുതൽ ആരംഭിച്ച പൊതുമാപ്പ് കാലാവധി ഡിസംബർ 31 വരെയാണ്. നിയമലംഘകർ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കി താമസം നിയമവിധേയമാക്കുകയോ രാജ്യം വിടുകയോ ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. പൊതുമാപ്പ് കാലാവധി അവസാനിച്ചാൽ നിയമലംഘകർക്കായി പരിശോധന കർശനമാക്കും. അമൃത ന്യൂസ്, ദുബായ്. UAEയിലേക്കുള്ള സന്ദർശക ടൂറിസം വിസ ലഭിക്കാനുള്ള നടപടികൾ കർശനമാക്കിയതോടെ നിരവധി പേരുടെ വിസ അപേക്ഷകൾ നിരസിക്കപ്പെട്ടതായി റിപ്പോർട്ട്. വിസ പുതുക്കാനായി GCC രാജ്യങ്ങളിലേക്ക് പോയി മടങ്ങിയെത്തിയവരിൽ പലരുടെയും വിസ നിരസിക്കപ്പെട്ടതോടെ നാട്ടിലേക്ക് മടങ്ങേണ്ട സാഹചര്യമുണ്ടായി. സന്ദർശക ടൂറിസം വിസയ്ക്കായി അപേക്ഷിക്കുന്നവർ ഹോട്ടൽ ബുക്കിംഗ് രേഖയും മടക്ക ടിക്കറ്റും അപേക്ഷയ്ക്കൊപ്പം നൽകണമെന്ന നിബന്ധന ഇക്കഴിഞ്ഞ ദിവസമാണ് UAE നൽകിയത്. ഇതോടെ വിസ അപേക്ഷകൾ പലതും നിരസിക്കപ്പെട്ടു. UAEയിൽ സന്ദർശക വിസയിലുള്ള പലരും വിസ പുതുക്കാനായി GCC രാജ്യങ്ങളിലേക്ക് പോയി തിരികെ എത്തുന്ന പതിവുണ്ട്. UAEയിലെ പല വിമാന കമ്പനികളും ഇത്തരത്തിൽ വിസ പുതുക്കേണ്ടവർക്കായി റൗണ്ട് ട്രിപ്പ് ടിക്കറ്റുകൾ നൽകുന്നുണ്ട്. ഇത്തരത്തിൽ പോയി മടങ്ങിയെത്തിയ പലരുടെയും വിസ അപേക്ഷകൾ നിരസിക്കപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. അങ്ങനെയുള്ളവരെ UAEയിലെ എയർപോർട്ടുകളിൽ നിന്നും സ്വന്തം രാജ്യത്തേക്ക് മടക്കി അയക്കുകയാണ് ഇപ്പോൾ. സന്ദർശക വിസയിലെത്തി കാലാവധി കഴിഞ്ഞും മടങ്ങാതെ രാജ്യത്ത് തങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് വിസ നടപടിക്രമങ്ങൾ UAE കർശനമാക്കിയത്. നിലവിൽ നടക്കുന്ന പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി അനധികൃത താമസക്കാർക്ക് പിഴയോ നിയമ നടപടികളോ കൂടാതെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാനുള്ള അനുമതി UAE നൽകിയിട്ടുണ്ട്. ഡിസംബർ 31 പൊതുമാപ്പ് കാലാവധി അവസാനിച്ചാൽ നിയമം ലംഘിച്ച് താമസിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ദുബായ്.
കുവൈറ്റിൽ ആർട്ടിക്കിൾ 18 റെസിഡൻസി കൈവശമുള്ള പ്രവാസികൾ പുതിയ കമ്പനികൾ സ്ഥാപിക്കുന്നത് വിലക്കി വാണിജ്യ വ്യവസായ മന്ത്രാലയം. ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനികളിൽ പങ്കാളികളോ മാനേജിംഗ് പങ്കാളികളോ ആകുന്നതിനെയും ഈ തീരുമാനം ബാധിക്കും. ആർട്ടിക്കിൾ 18 പ്രകാരം ഓഹരി ഉടമകളുള്ള നിലവിലുള്ള കമ്പനികൾക്ക് ഈ നിയന്ത്രണം ബാധകമല്ല. പുതുതായി ആരംഭിക്കുന്ന ബിസിനസ്സുകളെയാണ് ഇത് ബാധിക്കുന്നത്. സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം ആർട്ടിക്കിൾ 18 റെസിഡൻസി കൈവശമുള്ള ഏകദേശം 9600 സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ വിവിധ കമ്പനികളിൽ പങ്കാളികളോ മാനേജിംഗ് പങ്കാളികളോ ആയി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയന്ത്രണ സംവിധാനം രൂപീകരിക്കുന്നതുവരെ പുതിയ സ്ഥാപനങ്ങൾക്കുള്ള നിലവിലെ നിരോധനം തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ സംവിധാനത്തിന്റെ വിശദാംശങ്ങൾ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല. ഗൾഫ് ഹെൽത്ത് കൗൺസിലിൽ മരുന്ന് വില നിർണ്ണയത്തിനുള്ള ഗൾഫ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുമെന്ന് ആവർത്തിച്ച് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. ഡ്രഗ് കൺട്രോൾ സെക്ടറിൽ ഡ്രഗ് പ്രൈസിംഗ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മരുന്നുവില നിർണയ സമിതി കാലാകാലങ്ങളിൽ മരുന്നുകളുടെ വില കുറയ്ക്കുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. നൂതന മരുന്നുകളുടെ പേറ്റന്റ് കാലഹരണപ്പെട്ടതാണ് മരുന്നുകളുടെ വില കുറയുന്നതിന് പിന്നിലെ പ്രധാന കാരണമെന്ന് മന്ത്രാലയം വിശദീകരിച്ചു. ഇത് രാജ്യത്തെയും മരുന്നുകളുടെ തരത്തെയും ആശ്രയിച്ച് 30 മുതൽ 80% വരെ കുറയാൻ കാരണമാകുന്നുവെന്നും പ്രാദേശിക വിപണിയിൽ നൂതനമല്ലാത്ത ജനറിക് മരുന്നുകളുടെയും ചികിത്സാ ബദലുകളുടെയും ലഭ്യത മത്സരം വർദ്ധിപ്പിക്കുകയും വില കുറയ്ക്കുകയും ചെയ്യുന്നുവെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. പൗരന്മാരുടെയും പ്രവാസികളുടെയും ആവശ്യങ്ങൾക്ക് ന്യായമായ വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കുക, രോഗികളുടെ സാമ്പത്തിക ബാധ്യതകൾ ലഘൂകരിക്കുക, സന്ദർശകർക്ക് ആവശ്യമായ മരുന്നുകൾ ന്യായമായ വിലയിൽ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ചികിത്സാ ചെലവ് കുറയ്ക്കുക എന്നിവയാണ് ലക്ഷ്യമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രത്തിന്റെ നിർമ്മാണ മികവിന് അന്താരാഷ്ട്ര പുരസ്കാരം. മധ്യപൂർവ്വ ദേശത്തെ നിർമ്മാണ മികവിനുള്ള മീഡ് പ്രോജക്റ്റ് അവാർഡാണ് BAPS ഹിന്ദു ക്ഷേത്രത്തിന് ലഭിച്ചത്. UAEയിലെയും മിന റീജിയനിലെയും മികച്ച സാംസ്കാരിക സമുച്ചയമെന്ന നിലയിൽ 2 അവാർഡുകൾ അബുദാബി ക്ഷേത്രത്തിന് ലഭിച്ചു. നിർമ്മാണ മികവ് കൊണ്ടും ശില്പചാതുരി കൊണ്ടും ലോകത്തെ വിസ്മയിപ്പിക്കുന്ന നിർമ്മിതിയാണ് അബുദാബി ഹിന്ദു ക്ഷേത്രം. ഭാരതീയ ക്ഷേത്ര വാസ്തുവിദ്യാ ശൈലിയുടെ മൂർത്ത രൂപമെന്ന് തന്നെ അബുദാബി ക്ഷേത്രത്തെ വിശേഷിപ്പിക്കാം. വിശ്വാസികൾക്ക് പുറമെ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവർക്കും അവിസ്മരണീയ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒട്ടനവധി ശില്പങ്ങളാൽ സമൃദ്ധമാണ് ബോച്ചാസംവാസി അക്ഷർ പുരുഷോത്തം സ്വാമിനാരായൺ സംസ്ഥയുടെ ഉടമസ്ഥതയിലുള്ള അബുദാബി ഹിന്ദു ക്ഷേത്രം. നിർമ്മാണ മികവിന് 2 അഭിമാനകരമായ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ അബുദാബി ക്ഷേത്രത്തിന്. മിന റീജിയനിലെയും UAEയിലെയും മികച്ച സാംസ്കാരിക നിർമ്മിതിക്കുള്ള മീഡ് പ്രൊജക്ട് അവാർഡുകളാണ് ക്ഷേത്രത്തിന് ലഭിച്ചത്. മധ്യപൂർവ്വ ആഫ്രിക്കൻ മേഖലയിലുള്ള എഞ്ചിനീയറിംഗ് മികവും സുസ്ഥിരതയും പുതുമയുമുള്ള നിർമ്മാണങ്ങൾക്ക് 2007 മുതൽ നൽകി വരുന്ന പുരസ്കാരമാണ് മീഡ് പ്രൊജക്ട് അവാർഡ്. സാങ്കേതിക നിർമ്മാണ വൈദഗ്ധ്യത്തിന് മാത്രമല്ല ക്ഷേത്ര നിർമ്മാണത്തിന് പ്രചോദനമായ ഐക്യത്തിനും യോജിപ്പിനുമുള്ള പുരസ്കാരമാണ് ലഭിച്ചതെന്ന് BAPS ഹിന്ദു മന്ദിർ മേധാവി സ്വാമി ബ്രഹ്മവിഹാരിദാസ് പറഞ്ഞു. മഷക് ബാങ്കുമായി സഹകരിച്ചാണ് ഇത്തവണത്തെ അവാർഡുകൾ വിതരണം ചെയ്തത്. ലോകമെമ്പാടുമായി 1600-ലേറെ ക്ഷേത്രങ്ങളാണ് BAPSനുള്ളത്. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിലെ സ്പ്രിംഗ് ക്യാമ്പിംഗ് സീസണിൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി പരിസ്ഥിതി പബ്ലിക് അതോറിറ്റി ക്യാമ്പയിൻ ആരംഭിച്ചു. മാർച്ച് പകുതി വരെ ഈ ക്യാമ്പയിൻ തുടരും. കുവൈറ്റിലെ മരുഭൂമി ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യമെന്ന് ആക്ടിംഗ് ഡയറക്ടർ ജനറൽ സമീറ അൽ കന്ദരി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ, പ്രത്യേകിച്ച് ഭൂസംരക്ഷണത്തെയും വന്യജീവി സംരക്ഷണത്തെയും അഭിസംബോധന ചെയ്യുന്ന ആർട്ടിക്കിൾ 40 മുതൽ 47 വരെയുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നതിന് ക്യാമ്പയിൻ ഊന്നൽ നൽകുന്നു. ഈ ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്ക് 250 ദിനാർ മുതൽ 5000 ദിനാർ വരെ പിഴ ചുമത്തും. സൗദിയിലെ ജുബലിൽ താമസ സ്ഥലത്ത് വെച്ച് ഉറങ്ങിക്കിടക്കുന്നതിൻ്റെ സഹപ്രവർത്തകന്റെ കുത്തേറ്റ് മരിച്ച മലയാളിയുടെ കുടുംബത്തിന് 1 കോടിയോളം ഇന്ത്യൻ രൂപ നഷ്ടപരിഹാരം. മലപ്പുറം കട്ടപ്പാറ പൊരുതിയിൽ വീട്ടിൽ അലവിയുടെ മകൻ മുഹമ്മദ് അലിയുടെ കുടുംബത്തിനാണ് നഷ്ടപരിഹാരം ലഭിച്ചത്. രാത്രി ഷിഫ്റ്റിലെ ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തെത്തി ഉച്ചമയക്കത്തിലായിരുന്ന മുഹമ്മദ് അലിയെ കൂടെ താമസിച്ചിരുന്ന സഹപ്രവർത്തകൻ തമിഴ്നാട് സ്വദേശി മഹേഷ് കുത്തുകയായിരുന്നു. ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മുഹമ്മദ് അലി മരിച്ചു. 2023 ജനുവരിയിലായിരുന്നു സംഭവം. മഹേഷിനെ സ്വയം കഴുത്തറത്ത നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രതിക്ക് വിഷാദരോഗത്തിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു.
ഇനി മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ മുനമ്പത്തെ വകഭൂമി വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനായി ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കാൻ തീരുമാനം. ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ സർക്കാർ കമ്മീഷനായി നിയമിച്ചു. കമ്മീഷൻ 3 മാസത്തിനുള്ളിൽ നടപടികൾ പൂർത്തീകരിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഇതിനിടെ സർക്കാർ തീരുമാനം ശാശ്വതമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മുനമ്പത്ത് ജനങ്ങൾ പ്രതിഷേധിച്ചു. വഖഫ് ഭൂമി വിഷയത്തിൽ ആരെയും കുടിയിറക്കാതെയുള്ള ശാശ്വത പരിഹാരം ഈ ലക്ഷ്യത്തോടെയാണ് ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടക്കമുള്ള കാര്യങ്ങൾ കമ്മീഷൻ പരിശോധിക്കും. നിയമപരമായ ഇവരുടെ അവകാശം സംരക്ഷിക്കും. ഇനിയൊരു തീരുമാനമുണ്ടാകുന്നതുവരെ വഖഫ് ബോർഡ് നടപടികൾ സ്വീകരിക്കരുതെന്നും സമരം പിൻവലിക്കണമെന്നും സർക്കാർ നിർദ്ദേശം നൽകി. CM കണ്ടിരുന്നു. CM ഉറപ്പു നൽകി, നിങ്ങളുടെ ഭയപ്പെടേണ്ടതില്ല, നിങ്ങളെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല, ശാശ്വതമായ പരിഹാരം ഉണ്ടാവും. വളരെ പോസിറ്റീവായിട്ടാണ് CMനെ കണ്ട സമരസമിതിക്കാർ അതിനോട് പ്രതികരിച്ചത്. ഭൂനികുതി അടയ്ക്കുന്നത് കോടതി സ്റ്റേ ചെയ്തിരുന്നു. സ്റ്റേ പിൻവലിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ ഉടൻ സ്വീകരിക്കും. സമരം നടത്തുന്നവരോട് മുഖ്യമന്ത്രി കാര്യങ്ങൾ നേരിട്ട് വിശദീകരിക്കുകയും ചെയ്യും. നിയമപരമായ പരിരക്ഷ ലഭ്യമാകും വിധം ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ടാണ് താൽക്കാലിക പരിരക്ഷയല്ല, സ്ഥിരമായൊരു പരിരക്ഷ. അതുവരെ അവരെ കുടിയൊഴിപ്പിക്കാതെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് സർക്കാർ ഏറ്റെടുത്തതും വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചതും. അതേസമയം കമ്മീഷനെ വച്ചത് ശാശ്വത പരിഹാരമല്ലെന്നും പ്രശ്നപരിഹാരം നീണ്ടുപോകുമെന്നും സമരസമിതി പ്രതികരിച്ചു. ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മുനമ്പത്ത് ജനങ്ങൾ പ്രതിഷേധിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുനമ്പം കേസിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ നൽകിയ അപ്പീലിൽ കൂടുതൽ വാദം കേൾക്കുന്നതിനായി ഡിസംബർ 6 മാറ്റി. ഇതിനിടെ വിഷയത്തിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് മൗനം വെടിയണമെന്നും കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകണമെന്നും വഖഫ് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. മുനമ്പത്തെ വിവാദ ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയതെന്ന് കണ്ടെത്തി 2019 വഖഫ് ഭൂമിയാണെന്ന് വ്യക്തമാക്കി വഖഫ് രജിസ്റ്ററിൽ ചേർത്തിരുന്നു. സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇക്കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ 2 തീരുമാനങ്ങളും ചോദ്യം ചെയ്താണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. വിൽപ്പന നടത്തിയത് ദാനമായി കിട്ടിയ ഭൂമിയാണെന്നതാണ് ഫറൂഖ് കോളേജിന്റെ വാദം. എന്നാൽ ഈ വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് വഖഫ് സംരക്ഷണ സമിതി. ഡിസംബർ 6 മാറ്റിവെച്ചു. കാരണം 2 കേസാണ് വന്നത്. ഒരു കേസ് ഫറൂഖ് കോളേജ് വഖഫ് ബോർഡ് സ്വമേധയാ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വഖഫ് ബോർഡിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കേസും, രണ്ടാമത്തെ കേസ് ഫറൂഖ് കോളേജിന് അതിന്റെ വിൽപ്പനക്ക് അധികാരമുണ്ടെന്ന് പറയുന്ന കേസും. അപ്പോൾ ആ 2 കേസും ഒരുമിച്ച് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് കോടതി അത് 6/12 മാറ്റിവെച്ചു. ഇതിനിടെ ഭൂമി നൽകിയ സിദ്ദിഖ് സേഠിന്റെ കുടുംബവും കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ഭൂമി വഖഫ് ചെയ്തതാണെന്നും രേഖകൾ കൈവശമുണ്ടെന്നും രേഖകൾ ട്രൈബ്യൂണലിന് ഹാജരാക്കുമെന്നുമാണ് കുടുംബത്തിന്റെ നിലപാട്. ഫറൂഖ് കോളേജിനൊപ്പം കുടുംബമടക്കമുള്ള മറ്റ് കക്ഷികളെ കൂടി കേട്ട ശേഷമാവും വഖഫ് ട്രൈബ്യൂണൽ ഇക്കാര്യത്തിൽ ഇനി തീരുമാനത്തിലെത്തുക. കേസ് പരിഗണിക്കെ കോടതി നടപടികൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന് ജഡ്ജ് രാജൻ തട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തു. അമൃത ന്യൂസ്, കോഴിക്കോട്. മുനമ്പം ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ വയ്ക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ BJP. മുഖ്യമന്ത്രിയും സർക്കാരും ജനങ്ങളെ വഞ്ചിച്ചുവെന്നും വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത എല്ലാ സ്ഥലങ്ങളിലും BJP ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. സർക്കാരിൻ്റേത് വഖഫ് ബോർഡിനു വേണ്ടിയുള്ള തീരുമാനമാണ്, പ്രതിപക്ഷവും വഖഫ് ബോർഡിനൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ മുനമ്പം നിവാസികളോടൊപ്പമല്ല, വഖഫ് ബോർഡിനോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ നടപടി. നേരത്തെ പലതരത്തിലുള്ള നിയമാനുസൃതമായ നടപടികൾ, ഈ ഭൂമി പണം കൊടുത്ത് നിയമപരമായി കൈവശം വയ്ക്കുന്നതാണ് വർഷങ്ങളായിട്ട്. ആ അടിസ്ഥാനത്തെയാണ് സർക്കാർ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇത് തികഞ്ഞ വഞ്ചനാപരമായ സമീപനമാണ്. മുനമ്പം നിവാസികളെ സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണ്. ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാനുള്ള തീരുമാനം സമരസമിതി ഉൾപ്പെടെ ഒരാളും അംഗീകരിക്കുന്ന തീരുമാനമല്ല. മറ്റൊന്ന്, ഇത് മുനമ്പത്ത് മാത്രമല്ല, ചെല്ലാനത്തും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിട്ടുള്ള ആളുകളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു നടപടിയാണ്. സർക്കാർ ഏകപക്ഷീയമായി വഖഫ് ബോർഡിന് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണിത്. ഔദ്യോഗിക പ്രതിപക്ഷവും ഇതുതന്നെയാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്.
രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ. പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെയും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ നാളെ നടക്കും. അവസാനവട്ട കണക്കുകൂട്ടലുകളിലും വിജയപ്രതീക്ഷയിലുമാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. നാളെ രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ. 8:30യോടെ ആദ്യ ഫലസൂചനകൾ ലഭ്യമാകും. വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലമാണ് പാലക്കാട്. വോട്ടെണ്ണൽ കേന്ദ്രമായ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. 100ഓളം ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. രാവിലെ 11 മണിയോടെ അന്തിമ ഫലം അറിയാനായേക്കും. വോട്ടെണ്ണലിന്റെ സമഗ്ര കവറേജുമായി അമൃത വാർത്തകളും ഉണ്ടാകും. കൃത്യമായ വ്യക്തമായ തത്സമയ വിവരങ്ങൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. നാളെ രാവിലെ 7 മണി മുതൽ അമൃത TVയുടെയും അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിലും തത്സമയ വിവരങ്ങളുമായി ചേരും. ദേശീയ രാഷ്ട്രീയത്തിലും നിർണായകമായ ദിനമാണ് നാളെ. NDAക്ക് മുൻതൂക്കമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളുകയാണ് ഇന്ത്യ മുന്നണി. നവംബർ 25-ന് മഹാവികാസ് അഘാടി സർക്കാർ ചുമതലയേൽക്കുമെന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളെ പറഞ്ഞു. എന്നാൽ മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം വിജയം ഉറപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ മകനും MP-യുമായ ശ്രീകാന്ത് ഷിൻഡെ പറഞ്ഞു. ഇത്തവണ സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം തീരുമാനിക്കുമെന്നും ശ്രീകാന്ത് ഷിൻഡെ പ്രതികരിച്ചു. മഹാവികാസ് അഘാഡിയെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു. രാജ്യത്ത് NDAക്ക് അനുകൂല സാഹചര്യമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും പ്രതികരിച്ചു. നാളെ രാവിലെ 8 മണിയോടുകൂടിയാണ് വോട്ടെണ്ണൽ. 8:30യോടെ ആദ്യ ഫലസൂചനകൾ അറിയാം. സന്നിധാനത്ത് 18-ാം പടിയിൽ ഭക്തരെ കൈപിടിച്ച് കയറ്റുന്ന പോലീസ് അയ്യപ്പന്മാർക്കിടയിൽ ഒരു വ്യത്യസ്തനുണ്ട്. സംസ്ഥാന പോലീസ് സേനയിലെ ജിമ്മൻ പോലീസുകാരൻ ദയല. പോലീസുകാർക്കിടയിലെ ശരീര സൗന്ദര്യ മത്സരത്തിൽ ദേശീയ തലത്തിലെ ചാമ്പ്യനാണ് എറണാകുളം സ്വദേശിയായ ഈ അയ്യപ്പൻ. ശരീര സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത് നേട്ടങ്ങൾ കീഴടക്കുക എന്നത് ദയലാലിന് കുട്ടിക്കാലത്ത് തന്നെ മനസ്സിൽ കയറിക്കൂടിയ സ്വപ്നം. 16-ാം വയസ്സ് മുതൽ ഇതിനായുള്ള പ്രയത്നവും ആരംഭിച്ചു. എന്നാൽ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതല എന്ന വലിയ ഉത്തരവാദിത്വം ചുമലിലേക്ക്. അപ്പോഴും ഏറെ ഇഷ്ടപ്പെട്ട സ്വപ്നത്തെ കൈവിട്ടില്ല. കാക്കി അണിഞ്ഞു തന്നെ പ്രയത്നിച്ചു. കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായി ഒട്ടനവധി നേട്ടങ്ങളും ദയലാലിനെ തേടിയെത്തി. ഇന്ന് സംസ്ഥാന പോലീസ് സേനയിൽ ശരീര സൗന്ദര്യ മത്സര ഇനത്തിലെ ദേശീയ ചാമ്പ്യനാണ് എറണാകുളം സ്വദേശിയായ ഈ ജിമ്മൻ പോലീസുകാരൻ. ഏതൊരു അത്ലറ്റും ബോഡി ബിൽഡിംഗ് അത്ലറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ഒളിമ്പ്യ ലെവലിലുള്ളൊരു സ്റ്റേജിലേക്കാണ്. അതിലേക്ക് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ എത്തണം എന്നാണ് എല്ലാ ആഗ്രഹം. ദൈവത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശബരിമലയിൽ ആദ്യമായി ജോലിക്ക് നിയോഗിക്കപ്പെടുമ്പോൾ 18-ാം പടിയിൽ സ്വാമിയുടെ മുന്നിൽ തന്നെ ജോലിക്കായി നിയോഗിക്കപ്പെടണമേ എന്നായിരുന്നു പ്രാർത്ഥന. ഒടുവിൽ ആ ആഗ്രഹവും ഫലം കണ്ടു. ഇന്ന് ഇരുമുടിക്കെട്ടേന്തി മല കയറിയെത്തുന്ന ഭക്തരെ കൈപിടിച്ച് കയറ്റുവാൻ ദയലാലിൻ്റെ ബലിഷ്ഠമായ കരങ്ങളുമുണ്ട്. നേട്ടങ്ങളെല്ലാം കീഴടക്കുമ്പോഴും എല്ലാം അയ്യപ്പൻ്റെ അനുഗ്രഹം മാത്രമെന്ന് പറയുകയാണ് ദയലാൽ. ഈ വർഷത്തെ വരുന്ന ജൂണിൽ വരുന്ന വേൾഡ് പോലീസ് മീറ്റിൽ US വെച്ചാണ് നടക്കാൻ പോകുന്നത്. അതിൽ പങ്കെടുക്കാൻ കേരള പോലീസിന് വേണ്ടി പങ്കെടുക്കാൻ എനിക്കൊരു അവസരം ലഭിക്കുകയുണ്ടായി. ഇനി അവിടെ പോയിട്ട് അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഒരു മെഡൽ കൊണ്ടുവരാൻ പറ്റണം. കേരള പോലീസിന് വേണ്ടി ഒരു മെഡൽ എന്തായാലും കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ലക്ഷ്യം ലോക ചാമ്പ്യൻഷിപ്പാണ്. അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു. മലയിറങ്ങിയാൽ ജോലിക്കൊപ്പം ഇനി അതിനായുള്ള കഠിന പ്രയത്നമാണ്. ഈ 18-ാം പടി കടന്നെത്തുന്ന അയ്യപ്പന്മാർക്ക് അയ്യപ്പൻ്റെ അനുഗ്രഹത്തോടൊപ്പം ദയലാലിനെ പോലുള്ള ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരുടെ കരുതലിൻ്റെ കരങ്ങൾ കൂടി കൂടെയുള്ളപ്പോൾ തീർച്ചയായും സന്തോഷത്തോടെ ദർശനം നടത്തി മടങ്ങാം എന്നുള്ളതാണ് സത്യം. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ P ശശികാന്തിനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. മന്ത്രി സജി ചെറിയാന് പൂർണ്ണ പിന്തുണ നൽകി CPM. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിലെ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് CPM നേതൃത്വം. ധാർമ്മികത മുൻനിർത്തി ഒരിക്കൽ രാജിവെച്ചതാണെന്ന് പാർട്ടി വിലയിരുത്തി. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെതാണ് തീരുമാനം. യോഗത്തിൽ സജി ചെറിയാൻ പങ്കെടുത്തില്ല. ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ സജി ചെറിയാൻ നീക്കം ആരംഭിച്ചു.
കോടിയേരിക്കൽ രാജിവെച്ച വിഷയത്തിൽ വീണ്ടും സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് CPM ഉയർത്തുന്ന വിചിത്രവാദം. മറ്റു ചില ന്യായവാദങ്ങൾ കൂടി ഇതിനൊപ്പമുണ്ട്. ഒന്ന്, സജി ചെറിയാന്റെ ഭാഗം കേൾക്കാതെയുള്ള ഹൈക്കോടതി വിധി. 2, പരാതിയിൽ പറയുന്ന ആൾ മന്ത്രിയായതുകൊണ്ട് വിശ്വസ്തനായ ആൾ അന്വേഷിക്കണമെന്ന് കോടതി തന്നെ പറയുന്നുണ്ട്. അതുതന്നെ സംസ്ഥാനത്തെ നീതിന്യായ സംവിധാനത്തിലുള്ള കോടതിയുടെ വിശ്വാസമാണ്. തുടങ്ങിയ പരാമർശങ്ങൾ നിരത്തി സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ലെന്നാണ് ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് LDF യോഗങ്ങളുടെ വിലയിരുത്തൽ. സജി ചെറിയാന്റെ പ്രശ്നത്തിൽ ഇപ്പോൾ കോടതി എടുത്തിട്ടുള്ള കോടതി വിധി തികച്ചും നിയമപരമാണ്. അത് നിയമത്തിന്റെ വഴിവെച്ച് പരിശോധിക്കട്ടെ, നിയമപരമായ പരിശോധന കഴിഞ്ഞിട്ട് വരട്ടെ, എന്നിട്ട് എന്ത് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. കോടതിയും നിയമവ്യവസ്ഥയും എല്ലാം ഈ നാട്ടിലുണ്ടല്ലോ. സജി ചെറിയാനെ പൂർണ്ണ പിന്തുണ നൽകും. ഇതിനു പുറമെ തുടർ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിലും പാർട്ടി ഒപ്പം നിൽക്കുമെന്നും മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. പിന്നെ മന്ത്രി എന്ന നിലയിൽ തുടരാമോ എന്ന പ്രശ്നം 21ാമത്തെ ഖണ്ഡിക വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രി ആയതുകൊണ്ടാണ് ഇന്ന് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് കോടതിയുടെ നിലപാട് വ്യക്തമാണല്ലോ. മന്ത്രി ആയതുകൊണ്ട് ഇന്ന നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് തന്നെയാണല്ലോ വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നിട്ടും മന്ത്രി സജി ചെറിയാൻ സെക്രട്ടേറിയറ്റ് യോഗത്തിന് എത്തിയിരുന്നില്ല. മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുകയായിരുന്നുവെന്നാണ് പാർട്ടിയെ അറിയിച്ചത്. കേസും തുടർ നടപടികളും സംബന്ധിച്ചുള്ള കാര്യത്തിൽ സജി ചെറിയാൻ നിയമോപദേശത്തിനായി നീക്കം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം നിലവിൽ അപ്പീലിന് പകരം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയാണെങ്കിൽ മന്ത്രിയായിരിക്കുന്നതിലെ ധാർമ്മിക പ്രശ്നം തന്നെയാകും വീണ്ടും പാർട്ടിക്കും സർക്കാരിനും മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി മാറുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും BJPയും പ്രതിഷേധ മാർച്ച് നടത്തി. മന്ത്രിയെ പിന്തുണച്ച CPMന് ധാർമ്മികത നഷ്ടമായെന്ന് K. മുരളീധരൻ പരിഹസിച്ചു. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ചെങ്ങന്നൂരിലെ ക്യാമ്പ് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മന്ത്രി സജി ചെറിയാനെ പിന്തുണച്ച CPM നിലപാടിനെതിരെ K. മുരളീധരനും രംഗത്തു വന്നു. ധാർമ്മികത എന്നൊരു വാക്കിനോട് CPM വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ തെളിവ്. കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് അന്വേഷണം തൃപ്തികരമല്ല. വളരെ സീനിയർ ആയിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിക്കണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്, ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. MLA ആണെങ്കിലും പഞ്ചായത്ത് മെമ്പറാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഇന്ത്യൻ ഭരണഘടന തൊട്ടാണ് സത്യം ചെയ്യുന്നത്. ആ ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും ആയിട്ട് വിശേഷിപ്പിച്ച സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെങ്ങന്നൂർ നഗരത്തിൽ BJP പ്രവർത്തകർ പ്രകടനം നടത്തി. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൗണിൽ സമാപിച്ചു. തുടർന്ന് പ്രവർത്തകർ സജി ചെറിയാന്റെ കോലം കത്തിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV. വയനാടിലുള്ള കേന്ദ്ര സഹായത്തിൽ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 2219 കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കിയിരിക്കുന്നതെന്നാണ് സത്യവാങ്മൂലത്തിലുള്ളത്. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 153.4 കോടി രൂപ നൽകാൻ ഉന്നതാധികാര സമിതി അംഗീകാരം നൽകി. ദുരന്ത മേഖലയിലെ അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. അതേസമയം വയനാട്ടിലെ ഹർത്താലിനെതിരെയും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായി. വയനാട്ടിലെ LDF UDF ഹർത്താൽ നിരുത്തരവാദപരമായ സമീപനമെന്ന് ഹൈക്കോടതി വിമർശിച്ചു. പെട്ടെന്നുള്ള ഹർത്താൽ അംഗീകരിക്കാനാകില്ലെന്ന് പറഞ്ഞ ഡിവിഷൻ ബെഞ്ച് ഹർത്താലിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നും ചോദിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കടുത്ത പ്രക്ഷോഭത്തിനൊരുങ്ങി LDF. ഡിസംബർ 5-ന് സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്താൻ ഇന്നു ചേർന്ന LDF യോഗം തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചും മറ്റു ജില്ലകളിൽ വിവിധ കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കും. രാവിലെ 10 മണി മുതൽ ഉച്ചവരെ പ്രതിഷേധ മാർച്ച് നീണ്ടുനിൽക്കും. PR പരിപാടിയായി പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം മാറിയെന്ന് TP രാമകൃഷ്ണൻ വിമർശിച്ചു. കേന്ദ്ര സഹായം ലഭിച്ചില്ലെങ്കിൽ പോലും പുനരധിവാസം സർക്കാർ ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അത് ഏതായിരുന്നാലും കോടതിയുടെ മുമ്പാകെയുള്ള ഒരു വിഷയമാണല്ലോ. ഒരു കോടതി തീരുമാനിച്ചത് ഇതിൻ്റെ തുടരന്വേഷണമാണ്. തുടരന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നതിനാണ് തീരുമാനിച്ചത്. അവിടെയുള്ള കോടതി എടുത്തിട്ടുള്ള നിലപാടിനെയും കോടതി വിധിയെയും ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും കോടതി തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അന്വേഷണം നടക്കട്ടെ. അന്വേഷണ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ നമുക്ക് സ്വീകരിക്കാം. നിയമത്തെ അനുസരിച്ച് മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നത്. പത്തനംതിട്ട ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ 3 സഹപാഠികളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതിനാൽ റിമാൻഡ് ചെയ്യണമെന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചിരുന്നു.
പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതിനാൽ റിമാൻഡ് ചെയ്യണമെന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചു. കോളേജിൽ നിന്നും കാണാതായ ലോഗ് ബുക്ക് കണ്ടെത്തണം. മൊബൈലിൽ തെളിവുകളുണ്ട്. ജാമ്യം നൽകിയാൽ പ്രതികൾ തെളിവുകൾ നശിപ്പിക്കുമെന്നും അന്വേഷണം തടസ്സപ്പെടുത്താൻ ഇടപെട്ടേക്കുമെന്നും കേസിന് ഗൗരവ സ്വഭാവമുള്ളതായും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ പ്രതികളുടെ പ്രായം പരിഗണിക്കണമെന്നും ഇനി പോലീസ് കസ്റ്റഡിയിൽ വിടരുതെന്നും ഇടക്കാല ജാമ്യം നൽകണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. അമ്മുവിന്റെ ആത്മഹത്യയ്ക്ക് ഒരാഴ്ച മുൻപ് പിതാവ് കോളേജ് പ്രിൻസിപ്പലിന് പിടിയിലായ സഹപാഠികൾക്കെതിരെയും പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ കോളേജ് പ്രിൻസിപ്പൽ 3 വിദ്യാർത്ഥികൾക്കും മെമ്മോയും നൽകിയിരുന്നു. ഇക്കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ച പോലീസ് അമ്മുവിന്റെ മാതാപിതാക്കൾ, കോളേജ് പ്രിൻസിപ്പാൾ, അധ്യാപകർ, ഹോസ്റ്റൽ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികളും ശേഖരിച്ചിരുന്നു. കോടതി റിമാൻഡ് ചെയ്ത 3 പ്രതികളെയും കൊട്ടാരക്കര വനിതാ ജയിലിലേക്ക് മാറ്റി. അതേസമയം കോടതിയിൽ നിന്നും പുറത്തേക്കിറക്കിയ പ്രതികളെ ABVP പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചു. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. തിങ്കളാഴ്ച ABVP പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ ദുരൂഹതയകറ്റാൻ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെടുമെന്ന് കുടുംബം. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരെയും സമീപിക്കും. എന്താ പറയുക, അവർ അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവരിൽ എന്തോ അവർക്കെല്ലാം അറിഞ്ഞ് അവർ തന്നെയാണ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികളെയും കൂടെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ തെളിവ് വന്നിട്ട് ഇപ്പോൾ ഉള്ളത് ഇവർ തന്നെയാണ് ചെയ്തതെന്ന് തന്നെ ഉറപ്പായിട്ടും തെളിയുന്ന തന്നെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നടന്മാരടക്കം 7 പേർക്കെതിരെ നൽകിയ പീഡന പരാതി പിൻവലിക്കുന്നുവെന്ന് ആലുവ സ്വദേശിയായ നടി. പരാതി പിൻവലിക്കുന്നതായ അന്വേഷണ സംഘത്തിന് കത്ത് നൽകും. കേസിൽ പോലീസും സർക്കാരും സഹായിച്ചില്ലെന്ന് നടി ആരോപിച്ചു. അതേസമയം കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചുവിനെതിരായ കേസിൽ അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഓസ്ട്രേലിയക്കെതിരായ പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ പേസർമാരിലൂടെ തിരിച്ചടിച്ച് ഇന്ത്യ. ആദ്യ ഇന്നിംഗ്സിൽ 150 റൺസിന് ഓൾ ഔട്ടായ ഇന്ത്യ ഓസീസിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ആദ്യ ദിനം 67 റൺസ് എടുക്കുന്നതിനിടെ 7 വിക്കറ്റുകൾ വീഴ്ത്തി. 17 റൺസ് വഴങ്ങി 4 വിക്കറ്റ് എടുത്ത ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യയുടെ തിരിച്ചടിക്ക് നേതൃത്വം നൽകിയത്. ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 41 റൺസ് എടുത്ത നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ആദ്യ ദിനത്തെ കളി അവസാനിക്കുമ്പോൾ 67-ന് 7 വിക്കറ്റ് എന്ന സ്കോറിൽ കൂട്ടത്തകർച്ചയിലാണ് ഓസീസ്. 19 റൺസോടെ അലക്സ് ക്യാരിയും 6 റൺസോടെ മിച്ചൽ സ്റ്റാക്കുമാണ് ക്രീസിൽ. 3 വിക്കറ്റ് കയ്യിലിരിക്കെ ഇന്ത്യൻ സ്കോറിനൊപ്പം എത്താൻ ഓസീസിന് ഇനിയും 83 റൺസ് കൂടി വേണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.